ഹായ് ഫ്രണ്ട്സ്, ഞാൻ വിമിഷ സുജീഷ്. ടൈമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓട്ടുപാത്രങ്ങൾ വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലീനിങ് വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ ഒരു വിഷുക്കാലത്ത് നമുക്ക് വിഷുക്കണി ഒരുക്കാനായി ഉരുളിയും വിളക്കും കിണ്ടിയും ഒക്കെ ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതുപോലെ കരി പിടിച്ചിട്ടുള്ള വിളക്കും ഉപയോഗിക്കാതെ ക്ലാവ് പിടിച്ച ഓട്ടുരുളിയും മറ്റും എങ്ങനെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാമെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതിനായി ഞാൻ ഇതുപോലത്തെ ഒരു ഇഷ്ടികയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു കത്തി കൊണ്ട് ഇഷ്ടികയുടെ സൈഡ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഇഷ്ടികയുടെ അടിയിൽ ഒരു തുണിയോ പേപ്പറോ വെച്ച ശേഷം ഇതുപോലെ നമുക്ക് തട്ടിയെടുക്കാം. ഈ ഒരു ഇഷ്ടിക പൗഡർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കൈയൊന്നും അധികം വേദനിക്കാതെ വളരെ എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്യാൻ കഴിയും. നമുക്ക് എത്രത്തോളം വിളക്കുകളൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടോ അതിനനുസരിച്ച് പൊടിയെടുക്കാം. ഇത്രയും മതിയാവും. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നാരങ്ങയുടെ നീരാണ്. പൊടി എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് നാരങ്ങ നീരും വേണ്ടി വരും. അപ്പോൾ ഇതിൽ ചെറിയൊരു പത വരുന്നത് പോലെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതുപോരാ, ഒരു മുറി നാരങ്ങ കൂടി എടുക്കുന്നുണ്ട്. കുരുവൊക്കെ വീണാലൊന്നും ഒരു പ്രശ്നവുമില്ല. ഇതിൻ്റെ കൂടെ തന്നെ അല്പം ഡിഷ് വാഷ് കൂടി ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതെടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൗസ് ഉപയോഗിക്കാം, പക്ഷേ ഞാനിവിടെ കൈകൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്. ഇനി നമുക്കിത് വിളക്കിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. ഒരു 15 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിനുശേഷം ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് നല്ലതുപോലെ ക്ലീൻ ചെയ്യാം. അടുത്തതായി ഒരു ഗോതമ്പ് പൊടി ഉപയോഗിച്ച് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം. ഈ പൊടിയിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം ഇതിലേക്ക് 1-2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു പകുതി നാരങ്ങ കൂടി പിഴിഞ്ഞൊഴിക്കാം. ഇനി ഇതിലേക്ക് അല്പം ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കൈവച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ ഒരു കൂട്ട് ഈ ഒരു ഉരുളിയിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഈ ഒരു കൂട്ട് തേച്ച് പിടിപ്പിച്ച ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം. ഈ ഒരു കൂട്ട് ടൈറ്റായി പോയി തോന്നുകയാണെങ്കിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞൊഴിക്കാം. ഇനി ഇത് അരമണിക്കൂറിന് ശേഷം ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് നല്ലതുപോലെ ഉരച്ച് കഴുകിക്കളയാം. ഇപ്പോൾ ഇതാ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കുറച്ചുകൂടി വെക്കാം. ഇനിയൊരു സ്ക്രബ്ബർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാം.
നമ്മുടെ വിളക്കൊക്കെ നല്ലതുപോലെ ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമ്മുടെ ഉരുളിയും ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി ഇത് ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് തുടച്ചെടുക്കാം, അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു വിഷുക്കാലത്ത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. താങ്ക് യു ഫോർ വാച്ചിങ്.